to live a better life now. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം UAE പ്രധാനമന്ത്രിയായിട്ട് ഈ ആഴ്ച 20 വർഷം തികഞ്ഞു. അന്നത്തെ ദുബായ് അല്ല കേട്ടോ ഇന്നത്തെ ദുബായ്. ലോകത്തിന്റെ വാണിജ്യ തലസ്ഥാനം, 195 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ജോലി നേടിയെത്തുന്ന മഹാനഗരം, അവികസിതമായ ഒരു തുറമുഖമായിരുന്നു ഒരു കാലത്ത് ഇത്. അതിൽ നിന്നും ഇങ്ങനെ ഒരു ആഗോള നഗരമായി ഈ ദുബായ് വളർന്നത് ഷെയ്ഖ് മുഹമ്മദിന്റെ കാലത്താണ്. വൈദ്യുതി ഇല്ലാത്ത, പൈപ്പ് വെള്ളമില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച അദ്ദേഹം വികസനത്തിന്റെ കുതിച്ചുചാട്ടങ്ങളും തകർച്ചകളും ഒരുപോലെ തന്റെ ജീവിതകാലത്ത് നേരിട്ട് കണ്ടു. 60കളിൽ സ്വർണ്ണ കയറ്റുമതി ഉണ്ടാക്കിയ അഭിവൃദ്ധി മുതൽ 70കളിൽ എണ്ണയിലൂടെ ഉണ്ടാക്കിയ വികസനം വരെ അദ്ദേഹം നേരിട്ട് കണ്ടു. അത് മാത്രമല്ല, ഇറാഖ് ഇറാൻ യുദ്ധം, കുവൈറ്റ് യുദ്ധം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഇറാഖ് അഫ്ഗാൻ യുദ്ധങ്ങൾ, ആഗോള സാമ്പത്തിക മാന്ദ്യങ്ങൾ, ഏത് കരിങ്കല്ലിനെയും പിളർത്തിക്കളയുന്ന, വീഴ്ത്തിക്കളയുന്ന അത്യാഹിതങ്ങൾക്കിടയിൽ നിശ്ചയദാർഢ്യത്തിന്റെ മഹാമേരുവായി അദ്ദേഹം ഉറച്ചു നിന്നു. തന്റെ നേതൃത്വത്തിൽ ഒരു മരുഭൂദേശം എന്ന നിലയിൽ നിന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് നഗരമായി ദുബായും UAEയും മാറിയത് എങ്ങനെയാണ്? കുതിരകളെ സ്നേഹിക്കുന്ന കവിയായ ഷെയ്ഖ് മുഹമ്മദിന്റെ ട്രയംഫ്, വിജയം എന്ന കവിതയിൽ ഇതിന്റെ ഉത്തരമുണ്ട്. ആ കവിത ഇങ്ങനെയാണ്, ചില വരികൾ. ഇരുൾ മൂടിയ രാവുകളിലൂടെയാണ് എന്റെ യാത്രയെങ്കിലും വെളിച്ചവും ആനന്ദവും ഞാൻ കാംക്ഷിക്കുന്നു. അഭിലാഷങ്ങളുള്ള മനുഷ്യർ വസിക്കുന്നിടം എനിക്ക് പ്രിയപ്പെട്ട വീട് പോലെയാണ്. സമയത്തെ വെല്ലുവിളിക്കുന്നവൻ തോൽപ്പിക്കാനാകാത്ത ഒരു എതിരാളിയെ നേരിടുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സമയത്തെ വെല്ലുവിളിക്കുന്നു. കുതിരപ്പുറത്തും കാൽനടയായും എന്റെ കുതിരയോളം മികച്ചതായി മറ്റൊന്നില്ല. അവളുടെ നോവിനുള്ള മരുന്നെന്റെ കൈവശമുണ്ട്. അവളുടെ മൗനം ഞാൻ വായിക്കുന്നു. എന്റെ നിലവുകൾ അവളും തിരിച്ചറിയുന്നു. ട്രംപ് മുതൽ മോദി വരെ, എർദോഗാൻ മുതൽ പുടിൻ വരെ ഭൂതകാലത്തിലേക്ക് തന്റെ രാഷ്ട്രീയ കണ്ണാടികൾ തിരിച്ചു വെച്ച് അധികാരമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവിയിലേക്കാണ് ഷെയ്ഖ് മുഹമ്മദ് കണ്ണു നട്ടിരിക്കുന്നത്. ഇന്നലെകളല്ല, നാളെകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇരുൾ വീണ വഴികളും തടസ്സങ്ങളും കടന്ന് ഭാവിയിലേക്ക് കുതിക്കുന്ന ഒരു കുതിരയാണ് UAE. അതാണ് ട്രയംഫ് എന്ന കവിത. തന്നെ മനസ്സിലാക്കുകയും താൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ കുതിരയുടെ ഉടയോന്റെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായ് മെട്രോ, ബുർജ് ഖലീഫ, ബ്ലൂ വാട്ടേഴ്സ് ദ്വീപ്, ചൊവ്വ ദൗത്യം, ദുബായ് വാട്ടർ കനാൽ, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ, ഗോൾഡൻ വിസ പ്രോഗ്രാം, ദേശീയ ഭവന പദ്ധതികൾ, പാം ജബൽ അലിയുടെ പുനരുജ്ജീവനം, അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവള വിപുലീകരണം, ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് തലസ്ഥാനം, ആ വലിയ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ വമ്പൻ സ്വപ്നങ്ങളാണ് ലോകത്തെ സമാനതകളില്ലാത്ത ദേശമാക്കി ദുബായിയെ മാറ്റിമറിച്ചത്. അതിലെടുത്തു പറയേണ്ടത് ഭാവിയിലെ ലോകം എങ്ങനെയിരിക്കുമെന്ന് പരിചയപ്പെടുന്ന ദുബായ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. പഴയ കാലത്തെക്കുറിച്ച് അറിയാനാണ് മ്യൂസിയം എന്നാണ് നമുക്ക് ഇതുവരെ അറിയാവുന്നത്, അല്ലേ? പഴഞ്ചനായിട്ടുള്ള ആളുകളെ നമ്മൾ മ്യൂസിയം പീസ് എന്ന് വിളിച്ച് കളിയാക്കും. എന്നാൽ ഭാവിയെക്കുറിച്ചുള്ള മ്യൂസിയം ആർക്കാണ് അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ കഴിയുക? ദുബായ് ഡ്യൂട്ടി ഫ്രീ തുടങ്ങുന്ന കാലത്തെ ഒരു കഥയുണ്ട്. അതിന്റെ പ്ലാനൊക്കെ കണ്ട ഷെയ്ഖ് മുഹമ്മദ് നിരാശനായിട്ട് പറഞ്ഞു, അയ്യേ ഇതിത്ര വലിപ്പം പോരാ, ഇതിന്റെ വലിപ്പം ഇരട്ടിയാക്കണമെന്ന്. അതുപോലെയായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലാഭത്തിലോടുന്ന വിമാന കമ്പനികളിലൊന്നായ എമിറേറ്റ്സിന് ആ പേര് വന്ന കഥ. ദുബായ് എയർ എന്ന പേരായിരുന്നു അതിനാദ്യം പരിഗണിച്ചത്. തുടക്കത്തിൽ തന്നെ ആ ആലോചനകൾ അദ്ദേഹം അങ്ങ് തള്ളിക്കളയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഇതിനെ വിളിക്കേണ്ടത് എമിറേറ്റ്സ് എന്നാണ്. എമിറേറ്റ്സ് വിമാനത്തിന്റെ വാലിൽ നമ്മുടെ ഒരു ദേശീയ പതാക കൂടി വരച്ചു എന്ന് പറഞ്ഞു. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുബായിലെ പാം ജുമൈറ ഷെയ്ഖ് മുഹമ്മദിന്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് കടലിന് മുകളിലെ അത്ഭുത നഗരം എന്ന് പറയുന്നത്. കടൽ നികത്തി നിർമ്മിച്ച ആ കൃത്രിമ ദ്വീപ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഒരു ദ്വീപ്. എന്നാൽ അതിന്റെ ആദ്യ ഡിസൈൻ ഇതുപോലെയൊന്നും ആയിരുന്നില്ല. വൃത്താകൃതിയിലുള്ള ഒരു ദ്വീപായിരുന്നു. ഹോട്ടലുകൾക്കും വീടുകൾക്കും ഒക്കെ കൂടുതൽ കടൽ തീരം ലഭ്യമാകുമെന്ന് പറഞ്ഞ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് ഇന്നത്തെ ഡിസൈൻ വരച്ചു നൽകിയത്. ബുർജ് ഖലീഫയുടെ ആദ്യ ഡിസൈൻ 90 നിലകളുള്ളതായിരുന്നു. സാധാരണഗതിയിൽ ആരും അതിശയിക്കുന്ന ഒരു പ്രോജക്റ്റ്. എന്നാൽ അദ്ദേഹം എന്താണെന്ന് അറിയാമോ അതിനെക്കുറിച്ച് പറഞ്ഞത്? അങ്ങനെ 90 നിലകൾ എന്നത് വലിയ ഉയരമൊക്കെ തന്നെയാണ്, പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമല്ല. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് നമുക്ക് വേണ്ടത്. മലേഷ്യയിലെ പെട്രോണാസ് ടവറിന് 88 നിലകൾ,
തായ്വാനിലെ 101 നിലകളുള്ള ടവർ, ബുർജ് ഖലീഫയ്ക്ക് 163 നിലകൾ. അതാണ് ഒരു ഭരണാധികാരിയുടെ സ്വപ്നം എന്ന് പറയുന്നത്. സദാ കർമ്മനിരതനാണ്. പാതിരാത്രിയിൽ എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വിളി ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും പ്രതീക്ഷിച്ചിരിക്കും. രാത്രി 11 മണിക്കായിരിക്കും ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ഉറങ്ങാൻ പോകുന്നത്. പക്ഷെ 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അവരെ വിളിച്ചു നടത്താൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ദുബായ് ഭരണാധികാരിയായി ചുമതലയേറ്റതിന്റെ 20ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന എമിറേറ്റ്സ് മന്ത്രിസഭാ യോഗം ഒന്ന് നോക്കുക. ആഘോഷങ്ങളെക്കാൾ രാജ്യത്തിന്റെ പുരോഗതി വിലയിരുത്താൻ, ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനൊക്കെയാണ് ഷെയ്ഖ് മുഹമ്മദ് ഈ ഒരു അവസരം ഉപയോഗിച്ചത്. 2 പതിറ്റാണ്ടിനിടയ്ക്ക് 16,000-ത്തിലധികം മന്ത്രിസഭാ തീരുമാനങ്ങളിലൂടെ 5,000-ത്തിലധികം ടാസ്ക് ഫോഴ്സുകളിലൂടെ 1.1 ട്രില്യൺ ദിർഹത്തിലധികം വരുന്ന ബജറ്റിലൂടെ ദുബായിയെ പുനർനിർമ്മിച്ച കാര്യമാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. ദുബായിലെ ആകെ ജനസംഖ്യ 40 ലക്ഷത്തിലേറെയാണ്. അതിൽ സ്വദേശികൾ 28 മുതൽ ഒരു 32 ലക്ഷം വരെ, പ്രവാസികൾ 37 ലക്ഷം. അതായത് ആകെ ജനസംഖ്യയിൽ 8-10 ലക്ഷമേ ഉള്ളൂ സ്വദേശികൾ എന്ന് പറയുന്നത്. ബാക്കി മുഴുവൻ വിദേശികളാണ്, പ്രവാസികൾ. അങ്ങനെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ചുറ്റുപാടുമുള്ള അനേകം രാജ്യങ്ങൾ നമ്മളോട് പറയുന്നത്. കുടിയേറ്റക്കാരുടെ എണ്ണം 1% നമ്മളൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് വിദേശികളോട് കടന്നുപോയെന്ന് പറയുന്ന ഒരു രാജ്യങ്ങളാണ് ഇതൊക്കെ. ലോകമാകെ വംശീയ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം പുറത്തുനിന്ന് വരുന്നവരോടുള്ള വെറുപ്പാണ്. അപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് സ്വന്തം നാട്ടിലേക്ക് ആളുകളെ ബാ 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 എന്ന് പറഞ്ഞ് കൈനീട്ടി വിളിക്കുന്നത്. Very beautiful accommodation for laborers we have now, and we built, and we told the companies to build high standard accommodation for laborers. വെറും 4,114 ചതുരശ്ര കിലോമീറ്റർ ആണ് ദുബായ്. ഇത്തിരി പോന്ന കേരളം വരെ 38,863 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ദുബായ് ആണെങ്കിൽ ഭൂരിഭാഗം മരുഭൂമി, ബാക്കി കടൽ, അതിനിടയിൽ ഇത്തിരി പോകുന്നൊരു നാട്. എന്നിട്ടാണ് നമ്മൾ മലയാളികളെ അടക്കം 1 ദശലക്ഷക്കണക്കിന് ആളുകളെ തീറ്റിപ്പോറ്റുന്ന നാടായി ദുബായ് നിലനിൽക്കുന്നത്. അതൊരു ജനതയുടെ ഇച്ഛാശക്തിയാണ്, ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമാണ്. അനേകം സംസ്കാരങ്ങളും വംശീയതയും ഒരു മേൽക്കൂരയിൽ സമാധാനത്തോടെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുസ്വരമായ വിശാല വീക്ഷണമാണ്. അതുകൊണ്ടാണ് 2022 ജബൽ അലിയിൽ അദ്ദേഹം ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത്. അബുദാബിയിലെ അബ്രഹാമിക് ഫാമിലി ഹൗസ് ഇതിന്റെ ദൃഷ്ടാന്തമാണ്. യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ തിരുത്തി കുറിക്കുന്ന അനേകം പരിഷ്കരണങ്ങൾ അദ്ദേഹം ഇതോടൊപ്പം കൊണ്ടുവന്നു. ദുരഭിമാന കൊലകൾക്കുള്ള ശിക്ഷാ ഇളവുകൾ അവസാനിപ്പിച്ചു. വിവാഹിതരാകാത്ത ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള വിലക്ക് നീക്കി. മദ്യപാനം കുറ്റകരമല്ലാതാക്കി. വിദേശികൾക്ക് വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ UAE നിയമങ്ങൾക്ക് പകരം സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പിന്തുടരാൻ അനുവാദം നൽകി. ഇവയൊന്നും ചെറിയ കാര്യങ്ങളേ അല്ല ഇക്കാലത്ത്. I found that the Babs Temple, the Hindu Mandir in Abu Dhabi. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദുബായ്. ബ്രിട്ടന്റെ അധീനതയിലുള്ള രാജ്യമായിരുന്നു. വിദേശകാര്യം, പ്രതിരോധം ബ്രിട്ടൻ നിർവഹിക്കും, പ്രാദേശിക ഭരണം ഷെയ്ഖുമാര് നടത്തും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ബ്രിട്ടൻ ഈ കച്ചവടം നിർത്തുന്നത് 2ാം ലോക മഹായുദ്ധശേഷം അവർ ഞെരുക്കത്തിലായി. അതിന് 1971 അവസാനത്തോടെ സൈന്യത്തെ പിൻവലിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇത് അപകടമാണെന്ന് അബുദാബി ഭരണാധികാരി തിരിച്ചറിഞ്ഞു. ബ്രിട്ടൻ പിന്മാറിയാൽ ചെറിയ എമിറേറ്റുകൾ തടിച്ചാകും, അയൽ രാജ്യങ്ങളിൽ നിന്ന് ഭീഷണി വരും, ആഭ്യന്തര ഭീഷണി വേറെ ഉണ്ടാകും. തുടർന്ന് 1968 ഒക്ടോബർ 18 മരുഭൂമിയിലെ ഒരു കൂടാരത്തിൽ വെച്ച് അന്നത്തെ അബുദാബി ഭരണാധികാരി ഷെയ്ഖ് സായിദും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് റാഷിദും ഒരു കൂടിക്കാഴ്ച. ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ഷെയ്ഖ് മുഹമ്മദ് പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അബുദാബിയും ദുബായും ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുന്ന കാര്യമായിരുന്നു ചർച്ച. ഷെയ്ഖ് സായിദ് ചോദിച്ചു, റാഷിദ്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ചിന്ത? നമ്മളൊരു യൂണിയൻ സ്ഥാപിക്കണോ എന്ന്. ആ ചോദ്യത്തിന് ഒരു മടിയും കൂടാതെ ദുബായ് ഭരണാധികാരി മറുപടി പറഞ്ഞു, സായിദ്, നിങ്ങളുടെ കൈ തരൂ, നമുക്ക് സത്യം ചെയ്യാം, നിങ്ങളായിരിക്കും ഇതിൻ്റെ പ്രസിഡന്റ്. അങ്ങനെയാണ് 1971 ഡിസംബർ 1 UAE പരിപൂർണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അടുത്ത ദിവസം അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ എന്നീ 6 എമിറേറ്റുകൾ ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE രൂപീകരിക്കുകയാണ്. 7ാമത്തെ എമിറേറ്റ്സ് ആയ റാസൽ ഖൈമ 1972 ഫെബ്രുവരിയിൽ യൂണിയന്റെ ഭാഗമായി. ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ഒരാൾ അന്ന് യുവാവായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു.
1949 ദുബായ് ക്രീക്കിന് സമീപത്തെ പഴയ തറവാട്ട് വീട്ടിലാണ് ഷെയ്ഖ് മുഹമ്മദ് ജനിച്ചത്. 1958 മുതൽ 32 വർഷം ദുബായ് ഭരിച്ച ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിന്റെ 4 മക്കളിൽ മൂന്നാമൻ. 1965 സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 17-ാം വയസ്സിൽ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതിനായി ഷെയ്ഖ് മുഹമ്മദിനെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലേക്ക് അയക്കുന്നു. അങ്ങനെ അയക്കുമ്പോൾ ഷെയ്ഖ് റാഷിദ് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: തിരിച്ചു വന്നാൽ നിലത്ത് നിൽക്കാൻ നേരമുണ്ടാവില്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ അവനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഈ ലണ്ടനിൽ പോയിട്ടുള്ള പഠിക്കുന്ന ഈ കാലം. സഞ്ചാരം, സിനിമ കാണൽ, കുതിരപ്പന്തലം, കറക്കം ഒക്കെയായി ഇംഗ്ലീഷ് പഠനകാലം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ലണ്ടനിലെ മോൺസ് ഓഫീസർ കേഡറ്റ് സ്കൂളിൽ സൈനിക പരിശീലനത്തിന് ചേർന്നു. രാജകുടുംബാംഗം എന്ന ഒരു പരിഗണനയും അവിടെ കിട്ടിയില്ല. മറ്റു കേഡറ്റുകളെ പോലെ സ്വന്തം ഷൂ പോളിഷ് ചെയ്തു, മുറി വൃത്തിയാക്കി, ടോയ്ലറ്റുകൾ കഴുകി, കഠിനമായ സൈനിക പരിശീലനത്തിനിടയിൽ കാലുകളിൽ രക്തം കട്ടുപിടിച്ചു, കുമിളകൾ വന്നു. എന്നിട്ടും ആ 18 വയസ്സുകാരൻ തളരാതെ മുന്നേറി സൈനിക പരിശീലനം പൂർത്തിയാക്കി. ദുബായിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പിതാവ് അദ്ദേഹത്തെ ദുബായ് പോലീസിന്റെയും പബ്ലിക് സെക്യൂരിറ്റിയുടെയും ഒക്കെ തലവനാക്കി മാറ്റി. ഇതായിരുന്നു ആദ്യ ഔദ്യോഗിക പദവി. തുടർന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധ മന്ത്രിയായിട്ടും 1 വർഷത്തിനുള്ളിൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്തു. അറബ് ഇസ്രായേൽ യുദ്ധം, അയൽ രാജ്യത്തെ അട്ടിമറി ശ്രമം, ദുബായ് വിമാനത്താവളത്തിലെ വിമാനം റാഞ്ചൽ തുടങ്ങിയ ഗുരുതര സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തു. വെല്ലുവിളികൾക്കിടയിൽ ദേശീയ പ്രതിരോധ സേന രൂപീകരിക്കാൻ പരിശ്രമിച്ചു. തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ ഭരണ ചുമതലയ്ക്കായി ഷെയ്ഖ് മുഹമ്മദിനെ ഏൽപ്പിച്ചു. എണ്ണ ഇടപാടുകളുടെ ചുമതല അദ്ദേഹം തന്നെ വഹിച്ചു. അന്ന് ഷെയ്ഖ് മുഹമ്മദ് ഒരു പരിപാടിയിൽ പറഞ്ഞു: ഞാനൊരു നല്ല നേതാവാണോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു നേതാവാണ്. എനിക്ക് കാഴ്ചപ്പാടുണ്ട്. 10-30 വർഷം മുന്നിലുള്ള ഭാവിയാണ് ഞാൻ നോക്കുന്നത്. പിതാവിൽ നിന്ന് പഠിച്ച ശീലമാണിത്. ഓരോ പദ്ധതികളും നേരിട്ട് വിലയിരുത്തുമെന്നും ആളുകളുടെ മുഖഭാവങ്ങൾ വായിച്ച് വേഗം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. And if the people are unhappy, how do you know? How do they tell you that they're unhappy? They will tell me. You know, the whole country knows my number. ലബനൻ അധിനിവേശം, ഇറാഖ് ഇറാൻ യുദ്ധം, പലസ്തീൻ ഇൻതിഫാദ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് ദുബായ് ഗവൺമെന്റിനെ നയിച്ചു. ഭാവിയെക്കുറിച്ച് കരുതലോടെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവുണ്ടായിരുന്നു. ദുബായിൽ എണ്ണ ശേഖരം കുറയുകയാണ്, മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. പിതാവിനൊപ്പം ഷെയ്ഖ് മുഹമ്മദ് കട്ടയ്ക്ക് നിന്നു. ദുബായിയെ അന്താരാഷ്ട്ര വ്യാപാര സാമ്പത്തിക കേന്ദ്രമായും ടൂറിസ്റ്റ് കേന്ദ്രമായും മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം. ഇന്ന് ദുബായിയുടെ GDP-യുടെ 95% എണ്ണയിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അസുഖത്തെ തുടർന്ന് 1990 പിതാവ് വിടവാങ്ങി. തുടർന്ന് മൂത്ത മകൻ ഷെയ്ഖ് മക്തൂം ഭരണാധികാരി. 5 വർഷത്തിന് ശേഷം 95 അദ്ദേഹത്തിന്റെ അനുജൻ മുഹമ്മദിനെ ദുബായ് കിരീടാവകാശിയാക്കി ദൈനംദിന ഭരണ ചുമതല ഏൽപ്പിച്ചു. 2006 ഷെയ്ഖ് മക്തൂം അന്തരിച്ചു. തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ദുബായ് ഭരണാധികാരി, UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെയായി ചുമതലയേറ്റ് ഭരണം ആരംഭിച്ചു. I was lucky enough. I traveled with my father to Europe, England, and always my dream saying, roads, they have roads and they have building and, you know, flags. And to me that was my dream. Will we have that? ഷെയ്ഖ് മുഹമ്മദ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി 2009 ലോക സാമ്പത്തിക മാന്ദ്യം ദുബായിയെ ഭീകരമായി ബാധിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖല കൂപ്പുകുത്തി. ബുർജ് ഖലീഫ, പാം ജുമൈറ തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ദുബായ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ $80 ബില്യൺ വായ്പ എടുത്തിരുന്നു. 80 ബില്യൺ കടം തിരിച്ചടയ്ക്കാൻ കമ്പനികൾ ബുദ്ധിമുട്ടി. ദുബായ് വേൾഡ് $26 ബില്യൺ കടം തിരിച്ചടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. ഇത് ആഗോള വിപണിയിൽ വലിയ പരിഭ്രാന്തി തന്നെ ഉണ്ടാക്കി. എല്ലാവരും ദുബായിയെ ഭയങ്കരമായി കുറ്റപ്പെടുത്തി. കുമിള പോലെ തകർന്നു പോകുന്ന വികസനമാണ് ദുബായ് ഉണ്ടാക്കിയതെന്ന് വലിയ കുറ്റപ്പെടുത്തൽ 4 ഭാഗത്തു നിന്ന് ഉയർന്നു. നിക്ഷേപകർ ദുബായ് വിടാൻ ഒരുങ്ങി. പക്ഷെ ആ കൊടുങ്കാറ്റിലും പാറ പോലെ ഉറച്ചു നിന്ന ആളാണ് ഷെയ്ഖ് മുഹമ്മദ്. ദുബായ് വേൾഡിലെ കടക്കാരും എമിറേറ്റ്സിലെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച അന്താരാഷ്ട്ര നിക്ഷേപകരും ദുബായിൽ വീട് വാങ്ങിയ സാധാരണ കുടുംബങ്ങളും അന്ന് ഒരേ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്: ഷെയ്ഖ് മുഹമ്മദ് ഇനി എന്ത് ചെയ്യും? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തു സാധ്യമായ എല്ലാ മാർഗങ്ങളും അദ്ദേഹം ആലോചിച്ചു. നഷ്ടം കുറയ്ക്കാൻ, കടം വീട്ടാനുള്ള വഴികൾ നോക്കി. ആ സമയത്ത് അബുദാബി ദുബായിയുടെ രക്ഷകനായി. അബുദാബി നൽകിയ $10 ബില്യൺ സഹായത്താൽ ദുബായിയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറി. ഈ സഹായത്തോടുള്ള നന്ദി സൂചകമായാണ് ബുർജ് ദുബായ് എന്ന് പേരിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന് അബുദാബി ഭരണാധികാരിയുടെ പേരിട്ടത്. അതാണ് ഇന്നത്തെ ബുർജ് ഖലീഫ.
വീഴ്ചയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അദ്ദേഹം നടപ്പാക്കി. ടൂറിസം, വ്യാപാരം, ഗതാഗതം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. പതിയെ ദുബായ് തിരിച്ചു വന്നു പഴയ പ്രതാപത്തിലേക്ക്. സാമ്പത്തിക മാന്ദ്യത്തിൽ നട്ടം തിരിയുന്ന കാലത്തെ ഒരു സംഭവമുണ്ട്. ബ്രിട്ടീഷ് എഴുത്തുകാരനായ ഗ്രെയിം വിൽസൺ എഴുതിയ ടു ബി ദ ഫസ്റ്റ് എന്നൊരു ഷെയ്ഖ് മുഹമ്മദിന്റെ ജീവചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദുബായ് വീഴുമെന്ന് പലരും കരുതിയ കാലത്ത് ഒരു ദിവസം ഷെയ്ഖ് മുഹമ്മദ് നടക്കാനിറങ്ങി. ഇടയ്ക്കിടെ വിനോദസഞ്ചാരികളോടും നാട്ടുകാരോടും സംസാരിച്ചു. അന്നേരം ഒരു ഇന്ത്യൻ യുവതി വന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് സമ്മതിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. ഷെയ്ഖിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള ഒരാൾ അടുത്ത കടയിൽ പോയി ഒരു ക്യാമറ വാങ്ങി വരുന്നു. ആ സ്ത്രീക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഫോട്ടോ എടുക്കുന്നു. അമ്പരന്ന് നിൽക്കുന്ന ആ സ്ത്രീക്ക് ആ ക്യാമറ തന്നെയാണ് അദ്ദേഹം സമ്മാനമായി നൽകിയത്. And so you're going to drive me out into the desert now? Yeah, and I am not very good driver. No, very good driver, don't worry. Zimbabwe, lovely country. കവിത എഴുതുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. സ്കൂൾ പഠനകാലത്ത് തന്നെ കവിതകൾ രചിച്ചു. മറ്റൊരു ഇഷ്ടം കുതിരകളായിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും ആഡംബരപൂർണമായ മെയ്ദാൻ റേസ് കോഴ്സ് ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുതിര പന്തയ ടീമായ ഗോഡോൾഫിൻ കുതിരകളെ വളർത്തുന്ന ഡാർലി എന്നിവ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അവിടെ തീരുന്നില്ല, ഗംഭീര കുതിരയോട്ടക്കാരനാണ് അദ്ദേഹം. കുതിര സവാരിയിലെ മാരത്തൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻഡ്യൂറൻസ് റേസിംഗിലാണ് അദ്ദേഹത്തിന് മികവ്. എത്രയോ ലക്ഷം മലയാളി കുടുംബങ്ങൾ ദുബായ് എന്ന വലിയ പനമര തണലിലിരിക്കുന്നു. അവരവിടെ നിന്ന് ഈ വീഡിയോ കാണുന്നു. ഇവിടെ തദ്ദേശീയരെയും വിദേശികളെയും എല്ലാം ചേർത്ത് അനേകം പ്രതിസന്ധികളെ തരണം ചെയ്ത് വളർന്ന ഈ നാടിന്റെ ഭരണാധികാരികളോട് നമുക്ക് ശരിക്കും സ്നേഹവും കടപ്പാടുമുണ്ട്. കേരളത്തിന്റെ നട്ടെല്ലാണ് അവിടെയുള്ള മലയാളികൾ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എഴുതിയ വരികൾ, കവിതയിലെ ചില വരികൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. എൻ്റെ കുതിരയോളം മികച്ചതായി മറ്റൊന്നില്ല. അവളുടെ നോവിൻ്റെ മരുന്നൻ കൈവശമുണ്ട്. അവളുടെ മൗനം ഞാൻ വായിക്കുന്നു. എൻ്റെ നിലവുകൾ അവളും തിരിച്ചറിയുന്നു.